വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യാൻ വന്നതാണ് അലർജിക്കുള്ളത്. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി 2026 ഫെബ്രുവരി 16. നിങ്ങൾ ഈ കണ്ട വീഡിയോ ആണ് യൂറോപ്പിലെ ഫ്രീ ഇൻഷുറൻസ്. ഇത് കണക്കുള്ള 100 കേസസ് എനിക്ക് പറയാൻ പറ്റും. കാരണം പേഴ്സണലി പറയുവാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇത് കണക്കുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. തലവേദനയായിട്ട് UK എൻ്റെ ഒരു കസിൻ പോയപ്പം MRI സ്കാൻ ചെയ്യാൻ 6 മാസത്തെ ഗ്യാപ്പാണ് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെയാണ് UK കാനഡയിലൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയാലും ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപ ടാക്സിനും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് വെറും ഷിറ്റായിട്ടുള്ളതാണ് ഇൻഷുറൻസും അതുകൊണ്ടുള്ള സ്കൂളിങ്ങുമാണ്. സോ ഇത്രയും വലിയ ഗ്യാപ്പിൽ നിങ്ങളൊക്കെ അവിടെ പോയി ഒരു മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ദുബായിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കിങ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോകണോ, ഓൺ ദ സ്പോട്ട് അവിടെ ഡോക്ടർ കാണും. നിങ്ങൾക്ക് ഒരു സർജറി നടത്തണോ, ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് സർജറി നടത്താം. പക്ഷേ കാശ് വേണം. നിങ്ങൾ ഈ ടാക്സ്, നിങ്ങളുടെ കയ്യിലുള്ള പകുതി കാശും ടാക്സ് കൊടുത്തിട്ട് നിങ്ങൾ യൂറോപ്യൻ കൺട്രിയിൽ പോയി കിടന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? ഇത് കണക്കുള്ള ഇഷ്ടംപോലെ നേരം കാത്തിരുന്ന് നിങ്ങൾക്ക് ഒരു സർജറിയോ ഒരു കൺസൾട്ടൻസിയോ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല ഫ്രീ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ കൊടുക്കുന്നത്. എൻ്റെ കസിൻസിൻ്റെ മക്കൾ തന്നെ വന്നിട്ട് പറയുന്നതാണ്, അവിടുത്തെ ടീച്ചർ പറഞ്ഞത് നിങ്ങളാണോ പെണ്ണോ ആണെന്ന് നിങ്ങൾക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ LGBTQ ഇഞ്ചക്ഷൻ ഇപ്പോഴേ അവർക്ക് എടുത്തു കൊടുക്കുകയാണ്. സോ നിങ്ങൾ UK അത്യാവശ്യം കാശുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല അവിടെ പോയി താമസിക്കാൻ. കാരണം ഇത് കണക്കുള്ള അനുഭവങ്ങളൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ ഫേസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, അത്യാവശ്യം സെറ്റിൽഡ് ആണെങ്കിൽ ഷുവറായിട്ടും ദുബായ് കണക്കുള്ള നല്ല സിറ്റിയിലൊക്കെ മൂവ് ചെയ്ത് അത്യാവശ്യം കാശ് സ്പെൻഡ് ചെയ്ത് നല്ല രീതിക്ക് ജീവിക്കാൻ നോക്ക്. വെറുതെ ഈ ഫ്രീ തിങ്സിന് വേണ്ടി UK കിടന്ന് നിങ്ങളുടെ ജീവിതം കളയാതിരിക്കുക.